നമുക്ക് നേരെ പോകാം. നമുക്ക് ഡ്രസ്സ് നോക്കാം. നല്ല ഡ്രസ്സ് ഉണ്ടായാൽ മതിയെന്നേ. ചേടാ കുത്തിന് കൊണ്ടുവരാക്കണ്ണൻ്റെ ഡ്രസ്സുള്ളൂ. ഒരു ഡ്രസ്സും ഇല്ല. എന്ത് കഷ്ടല്ലേ കാര്യം. ചേടാ ഒരു ഷൂ മാത്രം മാറി. എടോ ഷിൻചാനെ നീ അങ്ങോട്ട് പോവാ. പോയി നല്ല മഴയാണ്. ഓക്കെ നമ്മളിപ്പോ ഇവിടെ കേട്ടാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സൈക്കിളെടുത്ത് പോവാം. ആ കപ്പലല്ല പിന്നെ നമ്മള് ഡോറേമോന്റെ വീട്ടിലേക്ക് ജസ്റ്റ് നോക്കിറങ്ങാൻ പോകണല്ലേ. ഡോറേമോൻ കളിക്കാൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഫുള്ള് ബോറടിയാ. ഡോറേമോൻ കളിക്കാൻ ഉണ്ടായേ മതിയായിരുന്നു. ഓ ഇതിനെ കൊണ്ട് പോട്ടെ. നമ്മള് സൈക്കിളില് ഷിജ വന്നു. ഡോറേമോന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ചോദിച്ചൊക്കെ ഡോറേമോനോട്. എന്താടാ ഷിൻചാനെ നീ കളിക്കണ്ടോ? ഇല്ല എനിക്ക് പനിയാടാ. ഞാൻ നാളെ വരാം. ഓ ഗൈസ് ഡോറേമോനും ഇല്ല. അപ്പൊ നമുക്ക് കളിക്കണ്ടെന്ന്. ഡോറേമോനിലേക്കൊരു മൂടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോവാം. ഗൈസ് ഇപ്പൊ ചേക്കണ്ണല്ലോ. അപ്പൊ നമുക്ക് ചേക്കണ്ണന്റെ വണ്ടെടുത്ത് പോയാ പോലെ. ആ കത്തുള്ളൂ. ചേക്കണ്ണന്റെ വണ്ടെടുത്ത് പോവാം. പക്ഷെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ വീട്ടിലേക്ക്, ഡോറേമോന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ നമുക്ക് അത് വരെ സൈക്കിൾ ഓടിച്ച് പോവാം. ഏടാ കൊച്ചു കുട്ടിയെ നീ എവിടെ നോക്കിയിട്ടാണ് സൈക്കിൾ ഓടിക്കുന്നത്? സോറി എന്നാ എന്റെ ചേക്കനാണെങ്കിൽ ഓനോട് നല്ല ചീറ്റിട്ട് പറഞ്ഞേ. ചേക്കണനല്ലാത്തോണ്ടപ്പോ നമ്മൾക്കെന്തായാലും പോവേല. അപ്പൊ നമുക്ക് ചേക്കണന്റെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പോവാ. അപ്പൊ നമുക്ക് ചേക്കണ്ണന് കൊറേ വണ്ടി ഉണ്ട്. ആ വണ്ടി എടുത്ത് പോവാ. അതിൽ ഏതെങ്കിലും ഒന്ന്. എന്താ ഒരു വണ്ടി ഉണ്ട്. ഇതിലൊരു എന്താണ് ഡിഫൻഡർ ഉണ്ടായിരുന്നു. അതെടുത്തിട്ടാ ചേക്കണ് പോയിക്കിന്. അതിലേത് വണ്ടിയപ്പ എടുക്കുക? ഈ വണ്ടി അങ്ങോട്ട് എടുക്കാം. ഇത് ചേക്കണെ അധികം ഉപയോഗിക്കണ വണ്ടി. നമുക്ക് ഈ വണ്ടിക്ക് പോകാം. ഡോറൊന്ന് തുറക്കാത്ത ഡോറ് കുറച്ച് ശരിയാക്കാണ്ട്. ചേക്കണ്ണനോട് പിന്നെ എപ്പോഴെങ്കിലും പറയണം. ചേക്കണ്ണല്ല അത് നന്നായി. അല്ലെങ്കിൽ ചേക്കണ്ണനെ പൊന്നു വന്നില്ല. എന്റെ പൊന്നിനാവേ നീ എന്താ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കണ? നീ ലൈസൻസ് ഇല്ലാതെയാണ് വണ്ടി ഓടിക്കണത്. നിനക്ക് 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളു. 18 വയസ്സ് കഴിഞ്ഞാല ലൈസൻസ് കിട്ടുക. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തു. ഇതേടോ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാണ്.
ഒരു കഷ്ടം. എന്ത് കഷ്ടാണ്, നമ്മളോടാണ് കളി. പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വണ്ടി വിട്ടോ. എടോ നീ തൊട്ടരിക്കണ്ട. നിന്നെ ഒന്നെങ്കിൽ ഇവിടെ സിംഗണ്ണുണ്ട്, സിംഗണ്ണ ഒന്നെങ്കിൽ അന്നെ ജയിലിലിടും, അല്ലെങ്കിൽ അന്നെ എന്താണ് ഇതൊക്കെ ആക്കി പൈസ ചോദിക്കും, ഫൈന് മേടിക്കും. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. എന്നാ ജയക്കണ്ണനോട് ചോദിക്കും. ഓ എന്ത് കഷ്ടാണ് പോലീസാരെ. എത്ര പൈസ? 5 റുപ്യ. ആ ബെസ്റ്റ്. അതൊന്നും പറ്റൂല, 2000 റുപ്യ അങ്ങനെ ആവുകയാണെങ്കിൽ. 2000 റുപ്യ പണിപ്പാളി. ജയക്കണ്ണന് പിന്നെ ഈ വഴി വല്ല പിടുത്തല്ല പോലീസ് സ്റ്റേഷനിക്ക്. നീ നിന്റെ ജാക്കിനെ കുറിച്ചൊന്നും പറയട്ടോ. നിങ്ങൾ ലൈക്കും സപ്പോർട്ടും വേഗം ചെയ്യും. നിങ്ങൾ ലൈക്കും സപ്പോർട്ട് ചെയ്താലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നീ മര്യാദയ്ക്ക് അങ്ങോട്ട് പോയിക്കോ, ഞാൻ ഇതൊക്കെ നോക്കട്ടെ. ഓ ഇതാണല്ലേ സോറ് പറഞ്ഞ പയ്യൻ. സിഗരറ്റിന് വിളിക്കാം. ഇതിന് മുമ്പേ ഈ ചിക്കൻ ഞാൻ അറിയാതെ ചെയ്തതാണ്. അതൊന്നും എനിക്ക് കേൾക്കാൻ ആവശ്യമില്ല. വേഗം പോയി ലോക്കപ്പിൽ കിടക്കും. നമ്മളെ ലോക്കപ്പില് പൂട്ടിട്ടു ഗായ്സ്. എന്ത് കാട്ടാനാ? എന്തായാലും അവൻ പറഞ്ഞ ആളാരാണാവോ? ഒരു കൊച്ചുകുട്ടിയാണെന്നാ പറഞ്ഞ്. ആരാണാവോ? എന്താണ് മറ്റേ ഇപ്പൊ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടി. അത് ഓന്റെ വണ്ടിയാതാ തോന്നുന്നത്. എടാ എന്താണ് ആരാടാ കൊച്ചുകുട്ടി? ആ ലോക്കപ്പിൽ കിടക്കുന്ന ആളെന്നെ. എടാ സാറിനോട് അങ്ങനെ പറയുന്നു. സാറ് ആ ലോക്കപ്പിൽ കിടക്കുന്ന ആളാണ് ആ കൊച്ചുകുട്ടി. എവിടെ? ആ കുട്ടീനെ എപ്പോഴോ കണ്ട പോലെ പരിചയമുണ്ടല്ലോ. നീ ആരാടാ? ഞാൻ സിംഗ. എന്നെ എങ്ങനെ നിനക്ക് മനസ്സിലായി? എനിക്ക് നിന്നെ എപ്പോഴോ കണ്ട പോലെയുള്ളൊരു സംശയം. എടോ നീ ഷിജോടല്ലേ ജാക്കിന്റെ അനിയൻ? ഷിൻചാനെ നിന്നല്ലേ ഇനി എന്താണ് രക്ഷിക്കാൻ ജാക്കിന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ നീ ആയോണ്ട് ആണ് ഫൈന് തരുന്നത്, അല്ല ഫൈന് കൊടുക്കണത്. ജാക്കിന് പൈസ ഒക്കെ ഇല്ല, അതുകൊണ്ട്. ജാക്ക് പറ്റവരെ പിന്നെ ഈ വണ്ടി അങ്ങനെ വിടിയില്ല. ഇതൊരു കുറ്റവാളിയുടെ വണ്ടിയാണ്. ഞാൻ എന്തായാലും ജാക്കിനെ വിളിക്കട്ടെ. ഞാനും ജാക്കണ്ണനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ജാക്കിനെ വിളിക്കുന്നു, ജാക്ക് എനിക്ക് പൈസ തരണു. നിന്നെ ഞാൻ പുറത്തിറക്കുന്നു. ജാക്കിനെ വിളിക്കുന്നു, ജാക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പുറത്ത് ഇറക്കൂല. ഒക്കെ അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ജാക്കിനെ വിളിച്ചു നോക്കട്ടെ. ഹലോ ജാക്ക്. ആരാ ഉറങ്ങണേ? ജാക്ക് ജാക്ക് എന്താ സിംഗിൾ സാറ്? എന്താ നീ ഉറങ്ങണേ? ഞാൻ ക്രൂസറിലൊന്ന് ഉറങ്ങാ സിംഗിൾ സാറ്. എടാ ഇവിടെ അത്യാവശ്യമുള്ള കേസുണ്ട്. ഓ ഇന്നാളത്തെ മാറ്റിയുള്ള കേസൊന്നും എന്നെ വിളിക്കല്ല സിംഗിൾ സാറ്. ആ കേസ് അല്ലടാ, അത് വേറെ കേസാണ്. എന്ത് കേസെന്നാ പറ? നിന്റെ കുടുംബത്തിലുള്ള ആളുടെ കേസാണ്. എൻ്റെ കുടുംബത്തിലോ? ആരുടെ?
നിന്റെ ഷിൻചാൻ്റെ തന്നെ ഷിൻചാൻ്റെ കേസോ? അതേടാ ഷിൻചാൻ്റെ കേസാണ്. ഷിൻചാൻ എന്താ കട്ടി? ഷിൻചാന് നിന്റെ വണ്ടി എടുത്തിട്ടില്ലേ? ഒരാളെ ആക്സിഡന്റ് ചെയ്ത് കൊന്നു. പിന്നെ കുറച്ച് പോലീസുകാർ നടന്നുകൊണ്ടായിരുന്നു, ഓരെയും ആക്സിഡന്റ് ആക്കി. നിന്റെ ഷിൻചാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്താണ് വേഗം വാ, എൻ്റെ ഷിൻചാനെ വേണമെങ്കിൽ. അയ്യോ ഷിൻചാനൊന്നും കാട്ടല്ലേ കേട്ടോ. എന്നാ ശരി. എടാ ഷിൻചാനെ എൻ്റെ ദേഹപ്പായിരുന്നാ പറഞ്ഞ് നടക്കുവോ? ഞങ്ങളിപ്പോ കേട്ടോ. നിന്റെ ജാടൊക്കെ കണ്ടിട്ടല്ലോ. നീ ബോധം കെട്ട് കിടക്ക്, അതാ നല്ലത്. ഞാൻ എന്തായാലും ഒന്ന് പോയി ചായ കുടിക്കട്ടെ. ഒക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി കുറച്ച് നല്ല വണ്ടിയാണ്. എന്തായാലും നമ്മൾ ഈ വണ്ടി എടുത്തിട്ടാണ് പോണത്. ഇത് നല്ല വണ്ടി ആയതുകൊണ്ട് ചായ കുടിക്കാൻ. ചായ ജാക്കിൻ്റെ വീടിന് തൊട്ടടുത്ത ചായ. എന്നാലും ആ ഷിൻചാൻ എന്തിനാണ് അവല് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഓക്കെ. ഇവിടെ ചായ ഷോപ്പ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോയി ചായ കുടി. ഗായ്സ്, മറ്റേ എന്താണ് കള്ള ഷിൻചാന് ആകെ എന്നെ പണി പറ്റിച്ചു ഗായ്സ്. ആ ഷിൻചാനില്ലേ, ആ വണ്ടി എടുത്ത് പോയിട്ട് ആകതായി. ആ വണ്ടി കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലിപ്പോൾ അതാണ് ട്വിസ്റ്റ് ഗൈസ്. ഇവിടെ എനിക്ക് ഒരു വണ്ടിയും കൂടി ഉണ്ട്, അതുകൊണ്ട് ഈ വണ്ടി എടുത്ത് പോവാം. എന്നാലും ആ ഷിൻചാൻ്റെ ഒരു ഇത്, ആ ഷിൻചാനോട് എന്താണ് മനഃപൂർവ്വമാണ് ആ ഷിൻചാൻ ചെയ്തിരിക്കുന്നത്. ഞാനുണ്ടാവുമ്പോൾ ഷിൻചാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഷിൻചാന് കാരണം ഞാൻ സമ്മതിക്കില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഷിൻചാൻ ചെയ്തത്. എന്നാലും ആ ഷിൻചാനെ ഞാൻ ഉണ്ടല്ലോ കൊന്നുകളയണ്ട. ഓനിൻ്റെ അനിയനല്ലേ, രക്ഷിച്ചേക്കാം. പക്ഷെ ഇനി ലാസ്റ്റ് ഫൈനൽ വട്ടാണ്. ഞാൻ ജയിലിൽ കിടക്കട്ടെ. പൈസ ആണ് ഇനി പോകാൻ പോകുന്നത് 2000. ഇവിടെ ഉണ്ട് എന്നാ പറഞ്ഞെങ്കിലും എന്തായാലും ഓക്കെ. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് പോവാം. എവിടെയാണ് ഗായ്സ്? ഇവിടെ സിംഗം സാറ് ഉണ്ടെന്നാ തോന്നുന്നത്. ആ സിംഗം സാറേ സോറി. എടാ ജാക്കി, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നീ ഇതിനു മുമ്പ് എന്നോട് കുറേ വട്ടം ചീറ്റിതൊക്കെ ഉണ്ട്. അതിന് നീ മാപ്പ് തരും. സോറി സാറ്. അതുകൊണ്ട് നിന്റെ എല്ലാ കേസൊന്നും ഞാൻ വിട്ടയച്ചിരുന്നു. പിന്നല്ലേ അതിൻ്റെയും കൂടി പൈസ ആയിട്ടാണ് ഈ 2000 റുപ്യ മേടിച്ചത്. അല്ലെങ്കിൽ വെറും 500 രൂപ മതി. ഓക്കെ, 500 റുപ്യ ഞാൻ എന്താണ് അയച്ചുതരാം. വേഗം അയച്ചുതരും. 500 റുപ്യ അയച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോട്ടെ. പോയിക്കോ ഷിൻചാനും കൂട്ടിക്കോ. പിന്നെ അവിടെ കിടക്കണ വണ്ടി എടുത്താട്ടോ. ഓക്കെ, രക്ഷപ്പെട്ടു. ഷിൻചാനെ, ഈ വണ്ടി കയറിയിട്ട് കുറേയൊക്കെ പറയാണ്ട്. എന്താ സോറി, വേറെ വഴിയില്ലാത്തോണ്ട. നീ എന്തിനാടാ എന്നാലും അങ്ങനെയൊക്കെ കാണിച്ച്? അണ്ണാ സോറി അണ്ണാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ല എൻ്റെ വണ്ടി ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ വണ്ടി എടുക്കരുത് എന്ന്. പിന്നെന്താ നീ എടുത്ത്? സോറി. എന്തായാലും ഓക്കെ. താങ്ക് യു അണ്ണാ. ഇതിനെ പോലത്തെ വല്ലതും കാണിക്ക ഒന്നങ്ങോട്ട് വെച്ചാലും മനസ്സിലാടാ. ഓക്കെ അണ്ണാ. എന്നിട്ട് ഞാൻ എന്താണ് കോഴിക്കോട്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ വന്നത്. മനസ്സിലായോ? എൻ്റെ പൈസ അപ്പളും പോയി. ഞാൻ അവിടെ ജസ്റ്റ് ടൂർ പോയപ്പോൾ എനിക്ക് നല്ല കുട്ടിയായി അവിടെ ഇരുന്നൂടെ. ഈ ഫിലിക്സിനോട് എന്നിട്ട് എന്താ പറഞ്ഞ്?
ഡോറേമോന്റെ വീട്ടിൽ കളിക്കാൻ പോണെന്ന്. അപ്പൊ ഫിലിച്ച് എന്താ പറഞ്ഞു, നീ എന്താണ് പൊയ്ക്കോ വേഗം വാന്ന്. ആ ഫിലിച്ചിന് ആദ്യം കാണിച്ചു കൊടുക്കണം. എന്നാ സോറി, ഞാൻ സൈക്കിൾ എടുത്തിട്ടാ പോയി. ആ ബെസ്റ്റ്. പിന്നെ പിന്നെ ഞാൻ പറയാതെ പോയി. എന്നിട്ട് ഫിലിച്ചിന് കുറ്റക്കാരനൊക്കെ നോക്കുകയല്ലോ, ഒറ്റ ഒന്നങ്ങോട്ട് വെച്ചൊന്നുണ്ടല്ലോ. നല്ല അങ്ങോട്ട് കിട്ടും. നമുക്കെന്തായാലും നേരെ പോയല്ലോ. ചിഞ്ചാന വേഗം വാ, ഒരു മിനിറ്റ് എന്നാ. അപ്പൊ ഗൈസ് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയി കാണാനെല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫോർ വാച്ചിങ്.